അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈഫിൽ വരുന്ന പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം, അല്ലെങ്കിൽ ഈ പ്രോബ്ലംസ് എന്നുള്ളത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം വരുന്നതാണോ, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ വേറെ എന്തെങ്കിലും പർപ്പസ് ഈ പ്രോബ്ലത്തിനുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം, അല്ലെങ്കിൽ അതിലൂടെ ഒന്ന് നമ്മൾ കടന്നുപോയി. അപ്പോ നമുക്കറിയാം, നമ്മള് നമ്മൾ ചെറുപ്പം മുതല് അല്ലെങ്കിൽ നമുക്കൊരു ഓർമ്മയുള്ള കാലം മുതല് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ തരത്തില് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഒരു കുട്ടിക്ക് ആ ഒരു കുട്ടിയുടേതായിട്ടുള്ള പല പ്രോബ്ലംസ് ഉണ്ടാവും. ചിലപ്പോ കുട്ടിക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളും മനുഷ്യന്റെ ഓരോ ഏജിലും ഓരോരുത്തരും കടന്നു പോവാറുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഈ ഒരു പ്രോബ്ലം ഇല്ലാണ്ടിരുന്നെങ്കിൽ നമ്മളെ ലൈഫ് എത്ര എൻജോയ് ആയിരുന്നു. എന്തിനാണ് ഈ പ്രോബ്ലം? ഇല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കായിരിക്കും നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിലേക്ക് കയറി വരുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും തോന്നും, എന്തിനാണ് ക്രിയേറ്റർ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു സമാധാനമുള്ള ഒരു ലൈഫ് നമുക്ക് തന്നൂടെ? എന്തിനാണ് ഇങ്ങനെ സ്ട്രഗിളിംഗ് ആയിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് നമുക്ക് ഒരു സന്തോഷവും അല്ലെങ്കിൽ നമുക്കുള്ള ഒരു കാര്യവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ? നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നമാണല്ലോ എന്നിങ്ങനെ നമ്മളെപ്പോഴും ആലോചിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ നോക്കിയറിയാം, ലൈഫിൽ എത്ര സമ്പന്നനാണെങ്കിലും അല്ലെങ്കിൽ എത്ര താഴെയുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമില്ലാത്ത ഒരാളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമുക്കറിയാം, ആർക്കും പ്രശ്നമില്ലാത്തതായിട്ട് ഒരാളുണ്ടാവില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങള് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോ ഇപ്പോ കറന്റ്ലി നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പലപ്പോഴും ചെറിയൊരു പ്രശ്നമാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണോ പ്രശ്നം വരുന്നത്, ആ ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് ഓവർ തിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോലും തോന്നാതെ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കൊക്കെ നമ്മളിങ്ങനെ ഓരോ പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനെ മാറും. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്, എന്റെ ലൈഫ് സെറ്റ് ആവുന്നത്, അല്ലെങ്കിൽ എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ആ ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് വീട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കല്യാണം കഴിയുമ്പോൾ, അങ്ങനെ പല രീതിയിലും നമ്മൾ ഇങ്ങനെ ലൈഫിനെ എപ്പോഴും കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എനിക്ക് ഹാപ്പി ആവുന്ന ഒരു സിറ്റുവേഷൻ വരും, എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരും എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് പലപ്പോഴും നമ്മുടെ ലൈഫ് ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലൈഫിൽ ഇതുവരെ ഒരു ചേഞ്ച് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് പലർക്കും നമ്മളിപ്പോ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും വേറെ ആളുകൾ അത് ഈസി ആയിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരേ പ്രശ്നം തന്നെ പല ആളുകളും പല രീതിയിലാണ് കാണുന്നത്. അപ്പോ പ്രശ്നത്തിനാണോ ശരിക്കും പ്രശ്നമുള്ളത്, അതോ നമ്മൾ അതിനെ നോക്കി കാണുന്ന രീതിക്കാണോ പ്രശ്നമുള്ളത്? പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു പ്രശ്നം നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ മാത്രമാവില്ല, പല സിറ്റുവേഷൻസ് ഉണ്ടാവും, നമ്മുടെ കൂടെയുള്ള പല ആളുകൾ ഉണ്ടാവും, നമ്മളെ ഫാമിലി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഒരു പ്രശ്നം പലപ്പോഴും, ഈ പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണെന്നൊന്നുമില്ല, വലിയൊരു കാര്യമാണെന്നൊന്നുമില്ല. ചിലപ്പോ ചെറുതായിട്ട് മറ്റൊരാൾ നമ്മളൊന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ പറ്റി നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു കാര്യം നമ്മളെ കുറിച്ച് പറഞ്ഞതായിരിക്കും. ഇതൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നമാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിലായിരിക്കും നമുക്ക് പ്രശ്നം, അല്ലെങ്കിൽ കരിയറിലാവാം, ജോബിലോ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഡ്രീംസിലോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡ്രീം ചെയ്തിട്ട് അതൊന്നും നടക്കാതിരിക്കുന്നതോ, ഇതൊക്കെ ആയിരിക്കാം പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെ ആയിരിക്കാം. പലപ്പോഴും ഒരാൾ തന്നെ ഈ എല്ലാ പ്രശ്നവും അനുഭവിക്കുന്നുണ്ടാവും. അത് ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവും, കരിയറിൽ പ്രശ്നം ഉണ്ടാവും, റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവും, കുട്ടികളെ ബേസ് ചെയ്തൊരു പ്രശ്നം ഉണ്ടാവും, സോഷ്യലി നമ്മളെ ചുറ്റുപാടുള്ള ആളുകളുമായിട്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും.
അങ്ങനെ എല്ലാ കാര്യത്തിലും പല മേഖലകളിലും നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടായിരിക്കാം പല ആളുകളും ഇപ്പോ കുറച്ച് ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ യൂസഫ് അലി പോലെ ഒരാള് തോന്നുന്ന ഒരു പ്രശ്നമായിരിക്കില്ല നമുക്ക് തോന്നുന്ന ഒരു പ്രശ്നം. നമ്മളെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വേറൊരാള് നമ്മളെ കുറിച്ച് എന്തെങ്കിലും കമന്റ് പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിച്ചതോ ഇതൊക്കെ ആയിരിക്കും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം. ഇതേ പ്രശ്നമായിരിക്കോ ഒരു യൂസഫ് അലി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളെ ബേസ് ചെയ്യുന്ന പ്രശ്നം? ആള് ചിലപ്പോ നമുക്കറിയാം ഒരു പബ്ലിക്കലി വരുന്ന ഒരാളെ പല ആളുകളും നല്ലതും പറയും നെഗറ്റീവും പറയും. അതൊക്കെ ആലോചിച്ച് അയാൾ ഇങ്ങനെ വേവലാതിപ്പെടുകയാണെങ്കിൽ അയാളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അയാൾ അതിലിങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും ലൈഫിൽ ഇന്ന് അയാൾ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു ലൈഫിലോട്ട് അയാൾ എത്തുള്ളൂ. അതിനർത്ഥം ഈ പ്രോബ്ലം അല്ല ശരിക്ക് നമ്മളെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള രീതിയിലാണ്. ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് മറ്റാള് ചെയ്തോണ്ടാണ്, അല്ലെങ്കിൽ അയാൾ ഒന്നുകൂടി നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു, അയാളാണ് മാറേണ്ടത്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. പലപ്പോഴും നമ്മൾ ആ പ്രശ്നത്തിനെ ഇങ്ങനെ പല രീതിയിൽ നോക്കുമ്പോഴും ഒരിക്കലും ഈ പ്രശ്നം ശരിക്കും നമ്മൾ ഫോക്കസ് എപ്പോഴും പ്രശ്നത്തിലോട്ടാണ്. ശരിക്ക് നമ്മൾ പ്രശ്നത്തിലോട്ട് നോക്കുന്ന ആ ഒരു പ്രശ്നത്തിനെ നോക്കുന്ന ആ ഒരു കണ്ണാടി അല്ലെങ്കിൽ ഒരു ക്യാമറ ഒരു പ്രശ്നത്തിലോട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ക്യാമറ ജസ്റ്റ് ഒന്ന് തിരിച്ച് ആ ക്യാമറ നമ്മളിലോട്ടൊന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റും? നമ്മള് ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടല്ലേ അത് പ്രശ്നമാവുന്നതും പ്രശ്നമാവാണ്ടിരിക്കുന്നതും. അപ്പൊ ശരിക്കും ലൈഫ് ഓരോ പ്രശ്നം നമ്മളിലോട്ട് ഇട്ട് തരുന്നത് നമ്മൾ എന്ന വ്യക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടല്ലേ. ഒരാള് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമുക്ക് ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് അയാളെ കുറിച്ചാണോ കാണിക്കുന്നത് നമ്മളെ കുറിച്ചാണോ കാണിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ചെറിയ കാര്യത്തിന് പോലും നമുക്ക് കാമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യം പോലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. അത്ര പോലും നമ്മളെ മൈൻഡ് എന്തല്ല കാമായിട്ടല്ല അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടല്ല നിൽക്കുന്നത്. ശരിക്കും നമ്മളെപ്പോഴും പ്രശ്നത്തെ മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു പ്രശ്നം വരുന്നു, ലൈഫിൽ ഒരു പ്രശ്നം വരുന്നു, ആ പ്രശ്നത്തിൽ നമ്മൾ ഇങ്ങനെ എങ്ങനെങ്കിലൊക്കെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും ഇതൊന്നും മാറിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ വേവലാതിപ്പെട്ടിട്ടും നമ്മളെ ലൈഫൊക്കെ പല രീതിയിലായിട്ട് ചിലപ്പോൾ നമ്മൾ അതിനെ നേരിടൊക്കെ ചെയ്യായിരിക്കും. നമ്മൾ അപ്പുറത്ത് എത്തുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഓ ഭാഗ്യം കൊണ്ട് അത് കഴിഞ്ഞു കിട്ടി. ചിലപ്പോൾ നമ്മളെ ലൈഫിൽ ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ ആ പ്രശ്നം കൊണ്ട് നമ്മളിപ്പോ എന്താണോ അനുഭവിക്കുന്നത് അത് നമ്മളിൽ മാറിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാലും ആ ഒരു പ്രശ്നമേ ഇല്ലാണ്ടായിട്ടുണ്ടാവുള്ളൂ. നെക്സ്റ്റ് ലൈഫിൽ നമ്മൾ എന്ത് വരുന്നുണ്ട്, അപ്പത്തേക്കും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും എന്തിനാണ് ഈ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് നോക്കിയാൽ അറിയാം. പ്രോബ്ലംസ് വരുന്നത് നമ്മൾ എന്ന പേഴ്സണെ മോൾഡ് ചെയ്തെടുക്കാനാണ്. അപ്പൊ എങ്ങനെയാണ് ലൈഫിലുള്ള ഈ പ്രോബ്ലം നമ്മൾ എന്ന പേഴ്സണെ മോൾഡ് ചെയ്യുന്നത്? പലപ്പോഴും ചെയ്യുന്നത് ഒരാള് ഒരു പ്രോബ്ലത്തെ നോക്കി കാണുന്നത് ഈ പ്രോബ്ലം എന്തിനാണ് എൻ്റെ ലൈഫിൽ വന്നത് എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നത്തിനെ നോക്കി കാണുന്നതും, അല്ലെങ്കിൽ ഈ പ്രശ്നം അല്ലെങ്കിൽ എന്തിനാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നോക്കി കാണുന്നതും വളരെ ഡിഫറെന്റ് ആണ്. എന്തിനാണ് ഒരു പ്രശ്നം എപ്പോഴും എൻ്റെ ലൈഫിലോട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വെറി ചെയ്യുന്ന ഒരാളുടെ ഉള്ളില് ഫിയർ, ആങ്സൈറ്റി അല്ലെങ്കിൽ ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ അയാൾക്ക് നോർമലായിട്ട് ചിന്തിക്കാനുള്ള അയാളുടെ കപ്പാസിറ്റി ആ ഒരു നിമിഷത്തിൽ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ വേറൊരാൾ ചിന്തിക്കുകയാണ്, ഓക്കെ എൻ്റെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്, ഞാനിത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഒരാൾ ആ പ്രോബ്ലത്തിനെ നോക്കി കാണുന്നെങ്കിൽ അയാൾ അവിടെ ആ പ്രോബ്ലത്തിനെ അക്സെപ്റ്റ് ചെയ്തു. മറ്റാൾ ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ ഇതെങ്ങനെ മറികടക്കാം, ഈ രീതിയിൽ മാത്രമാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രശ്നം എന്നെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ള രീതിയിൽ. ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഐഡിയാസും അല്ലെങ്കിൽ മനുഷ്യന് ജന്മന എന്തുണ്ട്,
പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ജന്മനാ ഉള്ളതാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ട് അത്. കാരണം നമുക്കറിയാം, ഒരു കുട്ടി ചെറിയ കുട്ടിയായിട്ട് ഈ ഭൂമിയിലോട്ട് വരുമ്പോൾ ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല. പക്ഷെ ആ കുട്ടിയുടെ കുറച്ച് കഴിയുമ്പോൾ കുറെ ഇങ്ങനെ കിടക്കുമ്പോൾ ആളുടെ ഉള്ളിൽ തന്നെ വരികയാണ്, ആൾക്ക് ഇങ്ങനെ കിടന്നാ പോരാ, എനിക്ക് മുന്നോട്ട് പോകണം. അപ്പൊ ആൾ എന്ത് ചെയ്യും? കമിഴ്ന്ന് കിടക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും അല്ലെ? ഒരു കുട്ടി മലന്ന് കിടക്കുന്ന ഒരു കുട്ടി കമിഴ്ന്ന് കിടക്കാൻ ആ കുട്ടി അവിടെ കുറെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ആ കുട്ടിക്ക് മുന്നോട്ട് പോകണം. ഓരോ മനുഷ്യനുള്ള എന്താണ്, നമുക്ക് ആർക്കെങ്കിലും ഇന്നത്തെ ലൈഫിൽ ഇതുപോലെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർ കുറവായിരിക്കും. എല്ലാവരുടെ ആഗ്രഹം എന്താണ്? എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകണം. മനുഷ്യന് ജന്മനാ ഉള്ളതാണ് ഇവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഉയരത്തിലോട്ട് പോവുക എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, നമുക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യം എന്റെ മക്കളിലൂടെ നേടാം, അല്ലെങ്കിൽ എന്റെ മക്കളുടെ ലൈഫ് സെറ്റായിട്ട് എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോൾക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ എന്റെ ലൈഫ് മാറും എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ വിചാരിക്കുന്ന ഒരു കാര്യം, എനിക്ക് എന്റെ ലൈഫിൽ ഗ്രോ ചെയ്യണം എന്നുള്ളതന്നെയല്ലേ. ഇതുപോലെ ഇപ്പൊ നമ്മൾ പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടിൽ തന്നെ തുടർന്നാൽ മതി, എനിക്ക് ഇതന്നെ മതി എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ഓരോരുത്തരും അൺകോൺഷ്യസ്ലി അല്ലെങ്കിൽ അറിയാതെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കും വളരണം, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ നമുക്ക് തന്നെ പല ആഗ്രഹങ്ങളും വരുന്നെന്താ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും വരുന്നില്ലേ. എനിക്ക് അത് വേണം, ചിലപ്പോ എന്താണ് വലിയ ആഗ്രഹം ആവണം എന്നില്ല. നമുക്ക് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ ഏത് രീതിയിലാണോ ഡ്രസ് ചെയ്യുന്നത്, അതിൽ നിന്നൊന്ന് മാറി എനിക്ക് നല്ല പോലെ ഡ്രസ് ചെയ്ത് നടക്കണം. അതായത് മനുഷ്യൻ എപ്പോഴും ചെറുതും വലുതുമായിട്ട് എപ്പോഴും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണുള്ളത്. അപ്പൊ ഒരു കുട്ടിയുടെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ, ഒരു കുട്ടി മുട്ടുകുത്തി നടക്കുന്ന അല്ലെങ്കിൽ കമിഴ്ന്ന് നടക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്, എല്ലാവരും സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവന് പോലും അറിയാതെ ആ കുട്ടിയുടെ ഉള്ളിൽ വരുന്ന ഒരു ആഗ്രഹമാണ് എനിക്കും നടക്കണം എന്നുള്ളത്. ആ കുട്ടി അല്ലെങ്കിൽ നമ്മൾ കുട്ടിയായിരുന്നപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നുള്ളതൊന്നും നമുക്കിപ്പോ ഓർമ്മയില്ലെങ്കിലും പക്ഷെ നമ്മുടെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ ഉള്ളിൽ അതിനുള്ള ഒരു ത്വര വരാണ്ടേ ആ കുട്ടി കമിഴ്ന്ന് കിടക്കാൻ ശ്രമിക്കൂലല്ലോ, അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്നിടത്തുനിന്ന് മുട്ടുകുത്തി നടക്കാൻ ശ്രമിക്കൂലല്ലോ, അവിടുന്ന് നടക്കാൻ ശ്രമിക്കൂലല്ലോ. അതായത് മനുഷ്യന്റെ ഉള്ളില് അവൻ എന്താണോ ഫേസ് ചെയ്യുന്നത്, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ജന്മനാ ഉള്ള ഒരു എബിലിറ്റിയാണ് മനുഷ്യന്. പക്ഷെ നമ്മൾ എങ്ങനെയാണോ ഒരു പ്രോബ്ലത്തിനെ നോക്കിക്കാണുന്നത്, ഒരു കുട്ടി എനിക്ക് നടക്കണം, അല്ലെങ്കിൽ ഞാൻ കുത്തി നടക്കുന്നിടത്തുനിന്ന് എനിക്ക് എണീറ്റ് നടക്കണം എന്ന് വിചാരിക്കുമ്പോൾ അവന് വിചാരിക്കുന്നുണ്ടോ, ഞാൻ മുട്ടുകുത്തി എണീറ്റ് നിൽക്കുമ്പോൾ എനിക്ക് വീണാല് എന്റെ കാല് പൊട്ടും, അല്ലെങ്കിൽ എനിക്ക് വേദനിക്കും, അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്താൽ ഞാൻ ഫെയിലായി പോകും, ഞാൻ ഫെയിലായി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ എന്നെ എന്തു പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കളിയാക്കൂ, ഇങ്ങനത്തെ ഒരു തോട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് എന്താണ്, നെക്സ്റ്റ് ഞാനിത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാച്ചുറലി ആ കുട്ടിക്ക് തന്നെ ഉള്ളെന്ന് വരെയാണ് കാലിങ്ങനെ എടുത്തു വെക്കണം, ഇങ്ങനെ എടുത്തു വെക്കണം. അതായത് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഫോഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫോഴ്സ് നമ്മളിപ്പോ ഇത്ര ഏജ് ആയിട്ടും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റർ പറയുന്ന കാര്യമാണ്, എന്റെ അടിമക്ക് അവനക്ക് കഴിയുന്നതിൽ കൂടുതൽ ഒരു ഭാരം ഞാൻ കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നമുണ്ടോ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ വ്യത്യാസം എന്താന്ന് ചോദിച്ചാല്, നമ്മളെ അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളിടത്താണ് വ്യത്യാസം. ഒരാള് എപ്പോഴും ലൈഫിൽ വരുന്ന പ്രോബ്ലംസ് എന്നെ നോക്കി കാണുന്നത്, എന്റെ ലൈഫിൽ മാത്രം എന്താണ് ഇങ്ങനെ പ്രോബ്ലംസ്, എനിക്ക് മാത്രം എന്താണ്, എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണ്ടേ എന്നൊക്കെ വെറി ചെയ്തുകൊണ്ടാണ് ഒരു പ്രോബ്ലത്തിനെ നോക്കി കാണുന്നെങ്കിൽ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ പേടിയും ആദിയും ലൈഫ് തകിടം മറിയുന്നതും അങ്ങനത്തെ ഇമേജും അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ഒരു ഐഡിയ വരുന്നത്? ഐഡിയ ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ട്, പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ട്. പക്ഷെ ഇങ്ങനെ വെറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അതിന് നമുക്കറിയാം, ഒരു 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 നമുക്കൊരു ലൈഫിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ അപ്പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രോബ്ലം വന്നിട്ടുള്ളത്. നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, നമുക്ക് എന്തൊക്കെ പ്രോബ്ലം വന്നിട്ടുണ്ടോ ആ പ്രോബ്ലം ഒക്കെ ഇപ്പൊ സോൾവ്ഡ് ആയിട്ടുണ്ട്. അതായത് അവിടെ സൊല്യൂഷൻ ഉണ്ടായിരുന്നു.
പക്ഷെ നമ്മൾ വെറി ചെയ്ത് നമ്മുടെ ലൈഫ് അങ്ങനെ പോയിന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട്, ഒരുപാട് പ്രോബ്ലം വന്നു, അതൊക്കെ സോൾവ് ആയി. പക്ഷെ ഇനിയും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പിന്നെയും അതിനെ അങ്ങനെ തന്നെ ആയിരിക്കും കാണുന്നത്. അല്ലാതെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടോ എന്റെ പഴയ പ്രോബ്ലം ഒക്കെ സോൾവ് ആയിട്ടുണ്ടല്ലോ, അപ്പൊ ഇനി ഇതേയും സോൾവ് ആവും. ആ ഒരു മൈൻഡ് സെറ്റില് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്തുണ്ട്, ഇപ്പോഴും നമ്മുടെ ലൈഫിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ എന്താണ്, ഇപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഒരു മനുഷ്യന് അയാളുടെ ചെറുപ്പം മുതല് അയാൾ ഇങ്ങനെ വളരുന്നതിനനുസരിച്ചിട്ട് അയാളുടെ ഓരോ, ആദ്യം കൗമാരപ്രായത്തിലെത്തുന്നു, പിന്നെ അഡൽട്ടിലെത്തുന്നു, പിന്നെ ഒരു മധ്യവയസ്കനാവുന്നു. ഇങ്ങനെ ലൈഫ് എന്നുള്ളത് ശരിക്കും ഒരു ജേണി ആണല്ലേ. നമ്മൾ കവിതയിലും കഥയിലും ഒക്കെ കാണാം, ജീവിതം എന്ന് പറയുന്ന യാത്രയിൽ എന്നൊക്കെ പറയില്ലേ. ശരിക്കും ലൈഫ് എന്ന് പറയുന്നത് ഒരു ജേണിയാണ്, ഒരു ഇവോൾവിങ് ജേണിയാണ്. ശരിക്കും മനുഷ്യന് വേണ്ടത് ഒരു കുട്ടിയായിരുന്നപ്പോ ഉണ്ടായിരുന്ന പക്വത അല്ലല്ലോ നമ്മളൊരു മുതിർന്ന ആളായിട്ടുള്ളത് ഇപ്പോ വേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നോക്ക്, ഇപ്പോ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇപ്പോ നമ്മൾ ഈ അഡൾട്ട് ഏജില് നമ്മൾ ടെൻഷൻ അടിക്കുന്നു, ചിലപ്പോൾ കരയുന്നു, പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെ കാമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇതന്നെയല്ലേ നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ടോയ് കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ വാശി പിടിക്കുന്നു, കരയുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെങ്ങനെ വാശി വാശി പിടിച്ചൊക്കെ ഇരിക്കുന്നു. അതിപ്പോ കുറച്ച് പക്വത ആയപ്പോ നമ്മളത് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള സ്റ്റേറ്റ്, നമ്മൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മളിപ്പോ നമ്മുടെ പുറത്തേ കാണുന്നല്ലോ, നമുക്കൊക്കെ നമ്മുടെ ഉള്ളിലൊരു ലോകല്ലേ, അവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും. കാരണം മുന്നേ നമ്മള് ഒരു കുട്ടി വറി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരു കുട്ടി ടോയ്ക്ക് വേണ്ടി വറി ചെയ്യുന്നതും, ഇപ്പൊ നമുക്കൊരു ജോബ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ഫിനാൻഷ്യലി നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്കൊരു വീടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രശ്നം മാറിയിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു വീടില്ലാത്ത പ്രശ്നത്തിന്റെ, അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാത്ത പ്രശ്നം എന്താണോ അതേ പ്രശ്നം തന്നെ ആയിരിക്കും ഒരു കുട്ടിക്ക് ഒരു ടോയ് കിട്ടാത്തതിന്റെ പ്രശ്നം. കാരണം അവിടെ രണ്ട് വ്യക്തിയാണെങ്കിലും ആ കുട്ടിയുടെ മനസ്സും നമ്മുടെ മനസ്സും വ്യത്യാസം ഉണ്ടല്ലോ. അല്ലെങ്കിൽ അന്നത്തെ നീഡും ഇന്നത്തെ നീഡും മാറിയല്ലോ. പക്ഷെ നമ്മൾ അതിനെ നോക്കി കാണുന്നു, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനോട് നമ്മളിപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയാൽ അറിയാം, ആ കുട്ടിയായിരുന്നപ്പോ റിയാക്ട് ചെയ്ത പോലെ തന്നെ ആയിരിക്കും നമ്മൾ ഇപ്പോഴും റിയാക്ട് ചെയ്യുന്നത്. വെറി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് മനുഷ്യന് ലൈഫിലൂടെ വരേണ്ട ഒരു പക്വതയുണ്ട്, അത് നമുക്ക് നേടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഒരു നമ്മളെ ഒരു 15-ലോ 18-ലോ 20-ലോ ഒക്കെ നമ്മൾ ഒരു പ്രോബ്ലത്തിനെ കൈകാര്യം ചെയ്തിരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഒരു പ്രോബ്ലം കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത്ര കാലം ജീവിച്ചതിൽ നിന്നും നമ്മൾ എന്ന പേഴ്സൺ ഇവോൾവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഇവല്യൂഷൻ സംഭവിക്കാത്തത്? നമ്മള് ക്രിയേറ്ററോട്, അല്ലെങ്കിൽ സൃഷ്ടാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമായിരുന്നു, എനിക്കൊരു ബെറ്റർ ലൈഫ് വേണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വേണം, എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയണം. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ നമ്മളൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യണം, എനിക്ക് ആ ഡ്രീമിലോട്ട് എത്തണം, എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മൾ പിന്നെയും ലൈഫിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാലും ലൈഫിൽ പ്രോബ്ലംസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പലരും പറയും ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മുടെ ലൈഫില് പ്രോബ്ലം ഒന്നും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അതൊക്കെ ഭാഗ്യമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോ അപ്പൊ ഈ ഒരു നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, അപ്പൊ ലൈഫിൽ എന്ത് വരുന്നുണ്ട്, പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ? കാരണം നമ്മൾ കറേജ് വേണം, അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് വളർന്നു വരും, അല്ലെങ്കിൽ കറേജ് ഉണ്ടാവും എന്നാണോ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മള് നമ്മളൊരു കടന്നു പോവാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ സിറ്റുവേഷൻ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക, ഓ ഇത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നു അല്ലേ, ഞാൻ വെറുതെ പേടിച്ചു എന്നുള്ള രീതിയിൽ നമുക്കത് എന്താണ്, നമുക്കത് ആ ഇതിനെ മനസ്സിലാക്കാം. അതെപ്പോഴാണ് നമ്മൾ കാമായിട്ട് ആ പ്രശ്നത്തിനെ സറണ്ടർ ചെയ്ത്
ബ്ലെയിം ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ ഇതെന്തിന് എന്റെ ലൈഫിലൂടെ വന്നു, അല്ലെങ്കിൽ എന്നെന്തിനാണ് പ്രോബ്ലംസ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിയിട്ട് ഈ ഒരു പ്രോബ്ലം എന്താണ് എന്നെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രോബ്ലം എന്തിനാണ് എന്റെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മാറി ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തന്നെ നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യും എന്നല്ല പറയണത്. നമ്മള് ആലോചിച്ച് നോക്കും, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ലൈഫിൽ സമാധാനമായിട്ടിരിക്കുക. നമ്മളെ അൾട്ടിമേറ്റ് നമ്മൾ എന്തൊക്കെ ഒരുപാട് ഡ്രീംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് വേണം, ജോബ് വേണം, കല്യാണം കഴിക്കണം, ഇതൊക്കെ ആഗ്രഹിക്കുക, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളില് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം എന്നുള്ളതല്ലേ. ഒരു സമാധാനമായിട്ട് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് എന്തായിരിക്കണം, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരിക്കണം, നമുക്ക് പ്രശ്നങ്ങൾ വന്നാൽ അതിനെ നേരിടാനുള്ള കഴിവുണ്ടാകണം. അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും വെറി ചെയ്യാതെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ധൈര്യം, അല്ലെങ്കിൽ സന്തോഷത്തോടെ ചെറിയ ചെറിയ നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റണം. നമ്മുടെ ലൈഫിൽ ഇപ്പോഴുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചെറിയ കാര്യങ്ങളിൽ വരെ സന്തോഷം കിട്ടാനുള്ള ഒരു മനസ്സ്, എന്തും നേരിടാനുള്ള ഒരു മനസ്സിലോട്ട് നമ്മൾ എത്തുമ്പോഴാണല്ലോ എനിക്ക് എല്ലാം നേരിടാൻ കഴിയും, അപ്പൊ എന്റെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല എന്നുള്ള സ്റ്റേറ്റിൽ നമ്മൾ എത്തുമ്പോഴല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുക. ഇത് വെറുതെ കിട്ടോ? ഇല്ല. ഇപ്പൊ ആലോചിച്ച് നോക്കും, നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ഒരാൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ അത്രയും ഫിയർ ആണ്. അപ്പൊ അയാൾ എന്ത് വേണം? വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ധൈര്യം വരട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ള സ്കില്ല് വരട്ടെ എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. ഒരു സൈക്കിൾ ബാലൻസ് ആണ്, ഒരു സൈക്കിൾ ഓടിക്കാനാണ് ഒരാൾ പഠിക്കുന്നെങ്കിൽ നമുക്കറിയാം അയാൾ ആ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ അയാൾ ആദ്യം പഠിക്കുമ്പോൾ അയാൾക്ക് ആ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ കാലുകുത്തി അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. വൺസ് നമ്മൾ അതിങ്ങനെ ട്രെയിൻ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുന്നിടത്ത് നമുക്ക് ഒരു തവണ നമുക്ക് ആ ബാലൻസ് കിട്ടുകയാണ്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എവിടാണ് ഇപ്പോഴും നമ്മൾ എങ്ങനെയാ ഓടിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല, നമുക്കൊരു ബാലൻസ് കിട്ടി. ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്ന് നമുക്കറിയില്ല. അതുപോലെ ലൈഫിന് ഒരു ബാലൻസ് ഉണ്ട്. നമ്മുടെ ലൈഫിലുള്ള പ്രോബ്ലംസിനെ മാനേജ് ചെയ്യാനും, അല്ലെങ്കിൽ ആ പ്രോബ്ലം നമ്മൾ സമാധാനത്തിന് ബാധിക്കാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബാലൻസ് മനുഷ്യന് നേടേണ്ടതുണ്ട്. അതൊരിക്കലും നമ്മളൊരു ബുക്കിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതോ, നമ്മൾ പറയാറില്ലേ തപാല് വഴി നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതായത് നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ഒരു പ്രാക്ടിക്കൽ വേണം, നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് പറയാണ് എനിക്ക് ലൈഫിൽ കുറച്ചും കൂടി കറേജ് വേണം, എനിക്ക് സമാധാനം വേണം. അപ്പൊ ആ സമാധാനം എന്നുള്ള സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ, അല്ലെങ്കിൽ കറേജ് എന്നുള്ള സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അതിനെന്ത് വേണം? നമ്മുടെ ലൈഫിൽ പ്രോബ്ലം വരണം, ആ പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു എബിലിറ്റി കിട്ടുന്നത്. അത് എപ്പോഴാണ് കിട്ടുന്നത്? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ പറയുമ്പോൾ എന്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലം വന്നല്ലോ, അതൊക്കെ എന്റെ ലൈഫിൽ സോൾവ് ചെയ്ത് ഞാൻ അപ്പുറത്ത് വന്നല്ലോ, എന്നിട്ടും എന്റെ സ്റ്റേറ്റ് മാറിയിട്ടില്ലല്ലോ, ഇപ്പോഴും എനിക്ക് പുതിയൊരു പ്രോബ്ലം വരുമ്പോ എനിക്ക് ഇപ്പോഴും പേടി തന്നെയാണല്ലോ വരുന്നത്, എനിക്ക് അതിനെ ഇപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോഴും നമുക്ക് തോന്നുന്നതെങ്കിൽ അവിടെ നമ്മൾ പാസ്റ്റില് നമ്മൾ പ്രോബ്ലത്തിനെ മാനേജ് ചെയ്തതിൽ എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു മിസ് അലൈൻമെന്റ് അവിടെ പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരാള് പ്രോബ്ലത്തിനെ നേരിടുന്ന രീതി, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ് എന്നുള്ളതാണ് അവിടെ പ്രധാനം. ഇപ്പൊ അവിടെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഒരാള് ഒരു കാടിന്റെ അടുത്താണ് താമസിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ മുന്നേ യൂട്യൂബിലൊക്കെ ഈ സ്റ്റോറി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇയാളെന്ന് പറഞ്ഞാല് ഇയാൾക്കൊരു മകനുണ്ട്, ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നത്. ഇയാൾക്കൊരു കുതിരയുണ്ട്. അപ്പോ ഒരു ദിവസം ഈ കുതിര കാട്ടിലോട്ട് ഓടിപ്പോയി, പിന്നെ ആ കുതിര തിരിച്ചു വന്നില്ല. അപ്പൊ എല്ലാവരും പറയാൻ തുടങ്ങി, ഓ പാവം, അയാളുടെ ഉപജീവനത്തിന് അല്ലെങ്കിൽ അയാൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കുതിരയാണ്. അപ്പൊ ഇത് പോയപ്പോ എല്ലാവരും പറഞ്ഞു, അയാളെങ്ങനെ അയാളുടെ കൂടെ അയാളുടെ സങ്കടത്തിൽ പങ്കെടുക്കുന്ന പോലെ അവരിങ്ങനെ പറഞ്ഞു, ഓ നിങ്ങളെ കുതിര പോയില്ലേ, എന്തൊരു കഷ്ടാണ്, ലൈഫ് ഇങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങൾ വരും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അയാൾ പറഞ്ഞു, അറിയില്ല, അത് ഈ സംഭവിച്ചത് കുതിര ഓടിപ്പോയത്
നല്ലതിനാണോ ചീത്തതിനാണോ എന്നറിയില്ല എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ആ കുതിര തിരിച്ചു വരികയാണ്. ആ കുതിര തിരിച്ചു വന്നപ്പോ നല്ല ആരോഗ്യമായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ഒരു കുതിര കൂടെ ആ കുതിരയുടെ കൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു, ഓ അയാൾക്ക് എന്തൊരു ഭാഗ്യാണ്, സ്വന്തമായിട്ട് ഇതുവരെ ഒരു കുതിരയെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഇതാ 2 കുതിരായി, അയാളുടെ ഒരു ഭാഗ്യം. അപ്പോഴും അയാള് അതിയായിട്ട് അതിൽ സന്തോഷിച്ചൊന്നുമില്ല. അയാൾ പറഞ്ഞു, അറിയില്ല ഇത് നല്ലതിനാണോ ചീത്തതിനാണോ അറിയില്ല, ഇതും എന്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ പോകുമ്പോഴാണ് ഈ പുതുതായിട്ട് വന്നിട്ടുള്ള കുതിരനെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മോന് ആ കുതിരയുടെ പുറത്ത് കയറിയിട്ട് അതിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാട്ടിൽ നിന്നൊക്കെ വന്ന കുതിര ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ പെട്ടെന്ന് മെരിഞ്ഞു വരില്ലല്ലോ. അതുകൊണ്ട് ഇയാൾ അതിന്റെ പുറത്ത് കയറി മെരിക്കുന്നതിനിടയില് അയാളുടെ മോൻ അതിന്റെ പുറത്ത് കയറി മെരിക്കുന്നതിനിടയില് ഈ കുതിര അയാളെ തള്ളിയിടാണ്. അങ്ങനെ ഇയാളുടെ കാലൊടിഞ്ഞു. അപ്പൊ പിന്നെ ആൾക്കാർ തിരിച്ചു പറയാൻ തുടങ്ങി, കണ്ടില്ലേ ഒരു കുതിര വന്നിട്ട് എന്താ കാര്യം, അയാളുടെ മോന്റെ കാലൊടിഞ്ഞു, അയാൾക്ക് കഷ്ടകാലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അയാൾ അപ്പോഴും പറഞ്ഞു, അറിയില്ല ഇങ്ങനെ സംഭവിച്ചു, നല്ലതിനാണോ ചീത്തതിനാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നെയും പിന്നെയാണ് ആ രാജ്യത്ത് ഒരു യുദ്ധം വരുന്നത്. അപ്പൊ ആ യുദ്ധത്തിൽ പറയുന്നത് യുവാക്കളായിട്ടുള്ള എല്ലാവരും ഈ യുദ്ധത്തിന് പങ്കെടുക്കണം എന്നാണ്. നമുക്കറിയാം ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാല് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാൾ തിരിച്ചു വരുമോ അല്ലെങ്കിൽ അയാൾ ഇനി തിരിച്ചു വരുമോ എന്നൊന്നും അറിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വരുള്ളൂ. പക്ഷെ ഇയാളുടെ മോൻ എന്താണ്, കാലൊടിഞ്ഞു കിടക്കാണ്. അയാൾക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നില്ല. കാരണം കാലൊടിഞ്ഞ ആളെ എങ്ങനെ യുദ്ധം ചെയ്യും? അപ്പോ അപ്പൊ എന്താണ് ആ പ്രശ്നം ഉണ്ടായത്, അയാളുടെ ആ ഒരു മോന്റെ കാലൊടിഞ്ഞുകൊണ്ട് അയാൾക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് ലൈഫിൽ വരുന്ന പ്രോബ്ലം നല്ലതിനാണോ ചീത്തതിനാണോ എന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് കാണുമ്പോൾ പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണ് എന്ന് തോന്നെങ്കിലും ചിലപ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് വരുന്നത്. പല ആളുകളും അയാളുടെ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ട് അയാൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയാൾ എന്താ പറയുന്നത്, ആൾക്കൊരു കോൺഫിഡൻസ് വരുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് റിജക്ട് ചെയ്യുമ്പോൾ ഇനി എനിക്ക് എങ്ങനെങ്കിലും പിടിച്ചു കയറണം എന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഇനി വഴിയില്ല ജീവിക്കാൻ എന്ന് വിചാരിക്കുമ്പോൾ അയാളെ ഡിപെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് അയാളെ ഉണ്ട് എന്ന് ഇയാൾ വിചാരിക്കുമ്പോൾ ഇയാൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പൊ അയാൾ അവിടെ വെറി ചെയ്യാൻ നിൽക്കൂല. അയാൾ എന്താണോ അയാളുടെ ഇപ്പൊ മുങ്ങാൻ പോകുന്ന ആളുടെ മുന്നിൽ വരുന്ന കച്ചിത്തുരുമ്പ് എന്ന് പറയുമ്പോൾ ആ കച്ചിത്തുരുമ്പ് നല്ലതാണോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചിലപ്പോൾ അയാൾ ചിന്തിക്കൂല. ആ കിട്ടിയ കച്ചിത്തുരുമ്പിൽ അയാൾ പിടിച്ചു കയറും. അതായിരിക്കും ചിലപ്പോൾ അയാളുടെ ലൈഫ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ്. അപ്പോ പക്ഷെ നമ്മൾ ലൈഫിൽ വരുന്ന ഒരു പ്രോബ്ലത്തിന് നമ്മൾ ആദ്യമേ ജഡ്ജ് ചെയ്യും, യെസ് ഇത് എന്നെ ബുദ്ധിമുട്ടിക്കാനാണ് ഈ പ്രോബ്ലം വന്നിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ഒരു ചിന്തേനെ ഭാഗമായിട്ട് നമുക്ക് വന്നായിരിക്കാം ആ ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചോദിച്ച ധൈര്യം നമ്മളിൽ രൂപപ്പെടും. ഞാൻ പറഞ്ഞ പോലെ പേടിക്കുന്ന ഒരു കാര്യത്തിന് ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇത് ഇത്ര ഈസി ആയിരുന്നോ എന്നുള്ള ഒരു ഈസിനെസ് വരുന്നത്. അതാണ് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് മാറുന്നത്. ഞാൻ അത് സോൾവ് ചെയ്തു, എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റും, എന്നിൽ ആ ഒരു എബിലിറ്റി ഉണ്ട് എന്ന് അയാൾക്ക് എക്സ്പീരിയൻസ് ആവുകയാണ്. നമുക്ക് എക്സ്പീരിയൻസ് ആവാത്ത ഒരു കാര്യവും നമുക്ക് നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു റൂമിൽ അടച്ചിരുന്ന് ആലോചിച്ചാലൊന്നും നമുക്ക് കോൺഫിഡൻസ് വരില്ല. നമ്മൾ ഇറങ്ങി പണിയെടുക്കണം. നമ്മൾ എന്താണ് നമ്മളെ പേടിപ്പിക്കുന്നത് അതിലൂടെ നമ്മൾ പോകണം. അവിടുന്നാണ് നമുക്ക് എവല്യൂഷൻ സംഭവിക്കുന്നത്, നമ്മൾ എന്ന പേഴ്സൺ മാറി വരുന്നത്. പലപ്പോഴും ഈ പാരന്റ്സ് ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യും കുട്ടികളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അവർ പലപ്പോഴും വിചാരിക്കുന്നത് എന്റെ കുട്ടി എന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അവനക്ക് ഞാൻ ഏറ്റവും ബെസ്റ്റ് കൊടുക്കും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് അവനെ ഞാൻ ഒരു കഷ്ടപ്പാടും അറിയിക്കില്ല എന്നുള്ള രീതിയിൽ അവനൊന്നും സ്ട്രഗിൾ ചെയ്യാൻ വിടൂല, അവനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കൂല. പക്ഷെ ഈ ഒരു പാരന്റ്സിന്റെ അടുത്തുനിന്ന് അതിനുശേഷം ആ കുട്ടിക്കൊരു ലൈഫ് ഉണ്ട്. ആ ലൈഫിനെ അയാൾക്ക് നേരിടണമെങ്കിൽ അയാളുടെ ചൈൽഡ്ഹുഡിൽ കടന്നു പോവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊരിക്കലും ഞാൻ ഉദ്ദേശിച്ചത് ഒരു കുട്ടീനെ ഇട്ട് പീഡിപ്പിക്കണം അതല്ല. നമ്മൾ പിന്നില് ഒരു സപ്പോർട്ടായിട്ട് ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തിട്ട് നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. അവൻ ആ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവനക്ക് അതിനുള്ള ഒരു സ്ട്രെങ്ത് അവന്റെ ഉള്ളിൽ ബിൽഡ് ചെയ്ത് വരും. പലപ്പോഴും നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു 18 വയസ്സ് വരെ എന്റെ കുട്ടീനെ ഞാൻ
അത്രയും സേഫ് ആക്കി വെക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു കുട്ടീനെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ, ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ കുട്ടി പേടിപ്പിക്കുന്ന ആ ബുദ്ധിമുട്ടല്ല, ലൈഫിൽ കുട്ടികളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുക. അവന് പേടിക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ആളുകളോട് പോയി സംസാരിക്കാൻ പേടിയുണ്ടാവും. അപ്പോ പാരന്റ്സ് എന്ത് ചെയ്യും? നീ സംസാരിക്കണ്ട, ഉമ്മ പറഞ്ഞോളാം, നീ, അതായത് എന്റെ കുട്ടി കഷ്ടപ്പെടണ്ട, ഉമ്മ ചെയ്തോളാം എന്ന് പറയും. ശരിക്കും അങ്ങനെയല്ല. അത് ആ കുട്ടീനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ കുട്ടി ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് ഒരു കുട്ടി നിർബന്ധിക്കപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, ചിലപ്പോൾ സംസാരിക്കണം എന്ന് പറയുന്ന. പക്ഷെ അവിടെ പോലും പാരന്റ് പറയണ നീ ചെയ്യണ്ട, ഞാൻ സോൾവ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ചാൻസ് ആണ് അവിടെ മിസ്സായത്. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് പലപ്പോഴും ഈ കുട്ടിയായിരിക്കുമ്പോൾ മാത്രമല്ല, വലുതായി കഴിഞ്ഞാലും ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോഴും പല പാരന്റ്സും ആ കുട്ടികളുടെ ലൈഫിൽ ഇങ്ങനെ ഇടപെടും. അതായത് അവരെങ്ങനെ ഒന്നും അറിയിക്കാതെ നടക്കും. പക്ഷെ അതിനനുസരിച്ച് അവരൊന്നും ചെയ്യാൻ കാപ്പബിലിറ്റി ഇല്ലാത്ത ആളുകളായിട്ട് മാറുകയാണ് ചെയ്യുക. അതായത് ലൈഫിൽ പ്രോബ്ലം വരുന്നത് അത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ആ ഒരു ഇപ്പോഴും നമുക്ക് മറ്റൊരാൾ പറയുന്ന കമന്റ് ആണ് ഇപ്പോഴും നമ്മളെ പ്രശ്നമെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നാണ് ഇപ്പോഴും നമ്മളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ, മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടും എന്നാണ് ഇപ്പോഴും നമ്മൾ 10 വയസ്സായപ്പോഴും അല്ലെങ്കിൽ 20 വയസ്സായപ്പോഴും നമ്മുടെ പ്രശ്നം അതായിരുന്നു. ഇപ്പോ നമ്മൾ എത്ര ഏജിലാണോ എത്തിയിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ അത് പ്രശ്നമാണെങ്കിൽ, ഇതുവരെ നമ്മളെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലൈഫ് നമ്മുടെ മുന്നിലോട്ട് ഇട്ട് തന്നിട്ടുള്ള ഒരു ടെസ്റ്റും നമ്മൾ പാസ്സായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. കാരണം നമ്മൾ ചിലപ്പോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാള് ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ ഇതെന്തിനാണ് ഇത് ലൈഫിലോട്ട് വന്ന് അവരാണ് കാരണം ഇവരാണ് കാരണം എന്നൊക്കെ പറഞ്ഞാലും അയാൾ എങ്ങനെയെങ്കിലൊക്കെ ചിലപ്പോ അതിന്റെ അപ്പുറത്തോട്ട് കടക്കും. അപ്പൊ അയാൾ എന്താ വിചാരിക്കുക? ഓ, ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നായിരിക്കും വിചാരിക്കുക. അല്ലാതെ അത് അയാളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യൂല, ഞാനത് സോൾവ് ചെയ്തു അല്ലെങ്കിൽ എനിക്കത് സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളത്. പക്ഷെ വേറൊരാൾ തന്നെ ആ പ്രശ്നത്തിന് നേരിടാണ്, എന്നെ കൊണ്ട് പറ്റും. ഈ നേരിടുക എന്ന് പറയുന്നത് ഓൾറെഡി അയാളുടെ ഉള്ളിൽ ഫിയർ ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പേടിയില്ല, അയാൾക്ക് എന്തും നേരിടാൻ കഴിയും എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ ഫിയർ ഉണ്ടെങ്കിലും ഞാൻ മൂവ് ഓൺ ചെയ്യും എന്നുള്ള രീതിയിൽ ക്രിയേറ്റർ പറയുന്നത്, എന്റെ അടിമ എണീറ്റ് നിൽക്കുമ്പോഴാണ് അവനക്ക് ഞാൻ ധൈര്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിലോട്ട് ഞാൻ ധൈര്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ആ എണീറ്റ് നിൽക്കുന്നതിന് പകരം ആ എണീറ്റ് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നം എന്റെ ലൈഫിലോട്ടേ വരരുത്, ഇങ്ങനെ ഒരു പ്രശ്നേ വരരുത്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള രീതിയിൽ ആ പ്രശ്നത്തിന് ആട്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ന പേഴ്സൺ ഒരിക്കലും അവിടെ മാറാൻ പോകുന്നില്ല. നമ്മള് 20-ാമത്തെ വയസ്സിൽ ലൈഫിനെ എങ്ങനെയാണോ നോക്കിക്കണ്ടത് അതന്നെ ആയിരിക്കും നമ്മൾ 60-ലും 70-ലും 80-ലും എത്രയാണ് നമുക്ക് ആയുസുള്ളത് അപ്പോഴൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ശരിക്കും ലൈഫിനെ നമ്മൾ ഒരു ഗെയിമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ, ഇപ്പോ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിന് 10 നിലയുണ്ട്. ആ 10-ാമത്തെ നിലയിലാണ് നമ്മൾ എന്ന വ്യക്തി ഏറ്റവും ബെസ്റ്റ് ആവുക. ആ 10-ാമത്തെ നിലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറും എന്ന് നമുക്കൊരു ഗെയിം തന്നിരിക്കുകയാണ് ലൈഫ്. അപ്പോ അതിൽ പക്ഷെ എന്താന്ന് വെച്ചാല്, ഒരു നിലയിന്ന് നമ്മൾ അടുത്ത നിലയിലേക്ക് കയറണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കുറെ കാര്യങ്ങൾ സോൾവ് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ സോൾവ് ചെയ്താലേ ഉള്ളൂ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാനുള്ള കീ കിട്ടുള്ളൂ. സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ട് അവിടുത്തെ പല കാര്യങ്ങൾ സോൾവ് ചെയ്താലുള്ളൂ നമുക്ക് തേർഡ് ഫ്ലോറിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മളെ ലൈഫിൽ നമ്മൾ ഏറ്റവും നമ്മളെ ബെസ്റ്റ് വേർഷൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഡ്രീം ചെയ്യുന്ന ഒരു ലൈഫില്ലേ, ആ ലൈഫ് 10th ഫ്ലോറിലാണെങ്കിൽ അവിടേക്ക് എത്താൻ നമുക്കൊരു ജേണി ഉണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നിട്ടുള്ള ഗെയിംസ് തന്നെ നോക്കിയിട്ട്, അല്ലെങ്കിൽ പ്രോബ്ലത്തിന് തന്നെ നോക്കിയിട്ട്, എനിക്കൊന്നും വയ്യ, എനിക്ക് എന്തിനാണ് എനിക്ക് ഈ പ്രോബ്ലം, എനിക്ക് എന്താ ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫ് ഇങ്ങോട്ട് തന്നാ പോരെ എന്നാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് തന്നെ നമുക്ക് നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നത്? നമ്മൾ ഈ ഒരു പ്രോബ്ലം, ശരിക്കും പറഞ്ഞാല് നമ്മൾ ഓരോ ലൈഫില് നമ്മളൊരു റിച്ച് ആയിട്ടുള്ള ലൈഫാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നമ്മൾ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈഫിനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അതിപ്പോ ഈ ലോ ലെവലില് ചെറിയ കാര്യങ്ങൾക്ക് പോലും വെറി ചെയ്യുന്ന ഒരാളല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഈ ബിസിനസ് എന്നൊക്കെ പറയുന്നത്
ഭാഗ്യമുള്ളവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഭാഗ്യമുള്ളവരാണ് രക്ഷപ്പെടുന്നത് എന്നൊക്കെ പറയും. ഈ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ്സുകാരന് ഒരിക്കലും ആ ബിസിനസ്സിനെ നിലനിർത്താൻ പറ്റൂല. അതെന്താന്ന് ചോദിച്ചാല്, ഒരാള് സ്ട്രഗിൾ ചെയ്ത് അയാളുടെ സീറോയിൽ നിന്ന് അയാൾ സ്ട്രഗിൾ ചെയ്ത് ഓരോ ചലഞ്ചിനെയും ഫേസ് ചെയ്ത് അയാൾ ആ ബിസിനസ്സിൽ സക്സസ് ആവുമ്പോ അയാൾ ആ ബിസിനസ്സിൽ മാത്രമല്ല സക്സസ് ആവുന്നത്, അയാളുടെ ഉള്ളിൽ അയാൾ ഇവോൾവ് ചെയ്തിട്ടുണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും ഇനി എനിക്ക് നേരിടാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അയാൾ എത്തിയിട്ടുണ്ടാവും. അതിനു പകരം ഒരാൾ എന്തൊക്കെയോ തരികിട കളിച്ചിട്ട് എങ്ങനെങ്കിലൊക്കെ ലൈഫിൽ സക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സക്സസ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ, പക്ഷെ അയാൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാല് ഓരോ ലൈഫിലും നമ്മുടെ ഓരോ സ്റ്റേജിലും നമുക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് സ്ട്രഗിൾസ് ആണ്. നമ്മളിപ്പോ നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ചലഞ്ചുകളാവില്ല. അല്ലെങ്കിൽ ഞാൻ പൊതുവെ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിലും എനിക്കിഷ്ടം കൂടുതൽ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളത് നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെത്തും, അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് വരുന്ന ലൈഫിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിലും ചലഞ്ച് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അപ്പോ നമ്മളിങ്ങനെ ഒരാൾ എങ്ങനെങ്കിലൊക്കെ അയാളുടെ ലൈഫില് ഹയർ പൊസിഷനിൽ എത്തി എന്ന് വിചാരിച്ചാല് അയാൾക്ക് ആ പൊസിഷനിൽ എത്തിയിട്ടുള്ള ആ ചലഞ്ചിനെ ഒന്നും അയാൾക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുന്ന ലൈഫിൽ നമുക്ക് നമ്മുടെ ഓരോ സ്റ്റേജിൽ വരുന്ന പ്രശ്നങ്ങളും നമ്മൾ എന്ന പേഴ്സണെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റോളിലേക്ക് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ഈ ഡയമണ്ട് ഇല്ലേ, അത് ഉണ്ടാവുന്നത് കാർബൺ എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ നിന്നാണ്. ഭൂമിയുടെ കാമ്പില്, ഭൂമിയുടെ ഉള്ളില് അത്രയും ഹൈ പ്രഷറാണ്, ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷറും ഉണ്ട്. ആ ടെമ്പറേച്ചർ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത 1500 ഡിഗ്രി പ്രഷറിലാണ് ഭൂമിയുടെ ഉള്ളില് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ആ തീയിൽ കിടന്നിട്ട് കാർബണ് കുറേ കാലം ആ പ്രഷറിൽ കിടന്നിട്ടാണ് എന്തായി മാറുന്നത്, ഡയമണ്ട് ആയിട്ട് മാറുന്നത്. അതേ കാർബണ് തന്നെയാണ് ചെറുതായിട്ട് ചാർക്കോൾ എന്നുള്ള രൂപത്തിൽ നമ്മൾ കരിയായിട്ട് വരുന്നില്ലേ. ഈ ചാർക്കോൾ എന്നുള്ളത് ജസ്റ്റ് ഒരു ചെറിയ പ്രോസസ്സിലൂടെ കടന്നിട്ട് പോയിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ കാർബൺ എന്ന് പറയുന്നത്, ഡയമണ്ട് ഉണ്ടാവുന്നത് ഒരുപാട് പ്രഷറിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അപ്പോ ഒരു പ്രഷറിലൂടെ മനുഷ്യന് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ ഒരു പ്രഷറിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ്. അതാണ് നമ്മൾ എപ്പോഴും പറയാറില്ലേ, സൃഷ്ടാവ് നമ്മളെ പരീക്ഷിക്കും. നമ്മളെ എപ്പോഴും അതൊരു നെഗറ്റീവ് സെൻസിൽ, അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന പരീക്ഷണങ്ങളെ ലൈഫ് എന്ന പരീക്ഷണം മാത്രമാണ് എന്നുള്ളത് മാത്രം നമ്മൾ എന്തോ ഒരു നെഗറ്റീവ് സെൻസിലാണ് നമുക്ക് എവിടേക്കോ അതൊരു പ്രോഗ്രാം ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ശരിക്കും ഈ പരീക്ഷണങ്ങൾ തരുന്നത് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ അല്ലെങ്കിൽ ക്രിയേറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് മനുഷ്യന് എന്നാണ് പറയുന്നത്, ഖലീഫയാണ് എന്ന് പറയുന്നത്. ഒരാളുടെ റെപ്രസെന്റേറ്റീവ് എന്തായാലും അയാളുടെ ക്വാളിറ്റികൾ ഉൾക്കൊള്ളുന്ന ആളായിരിക്കൂലേ, അല്ലെങ്കിൽ അയാളിങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാകും. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്നത് പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴും ആ റോ കാർബൺ ആണ്. നമ്മളെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ പ്രഷറും നമ്മൾ എടുക്കാൻ തയ്യാറായിട്ടില്ല, അതിനെ ആട്ടി ഓടിക്കുക ചെയ്തിട്ടുള്ളത്. നമ്മളെ ലൈഫിൽ എന്താ പറയാ, രക്ഷപ്പെടുത്താൻ വരുന്ന എല്ലാ പ്രഷറിനെയും വേണ്ട, എനിക്കിത് വേണ്ട, ഇത് ഞാൻ കാരണമല്ല, ഇത് അവരാണ് അങ്ങനെ നമ്മുടെ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒളിച്ചോടി നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷനും ലൈഫിൽ സംഭവിക്കുന്നില്ല. അതായത് ലൈഫിൽ വരുന്ന ഓരോ പ്രശ്നവും നമ്മൾ എന്ന പേഴ്സണെ മോൾഡ് ചെയ്യാൻ വരുന്നത്. അപ്പോ എപ്പോഴാണ് അത് നമ്മളില് മോൾഡ് അല്ലെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ അതിന് സറണ്ടർ ആവുമ്പോഴാണ്. ഈ പ്രശ്നം എന്തിനെന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതിന് പകരം നമ്മൾ ആ പെർസെപ്ഷൻ മാറ്റിയിട്ട് ഈ പ്രശ്നം എന്നിൽ എന്താണ് മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്, എന്നെ എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്യിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ മാറി ചിന്തിക്കുമ്പോഴാണ് റിയൽ ആയിട്ട് നമ്മുടെ ലൈഫിൽ പ്രശ്നം തരുന്നത് കൊണ്ട് സൃഷ്ടാവ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം അവിടെ നടക്കുള്ളൂ. മറ്റേത് നമ്മളിങ്ങനെ ഒളിച്ചോടി ബാക്കിയുള്ളവരെ കുറ്റവും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മളെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റികൾ പോലും മറ്റുള്ളവർ കാരണമാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ലൈഫ് മാറൂല എന്നുള്ളതാണ്. നമ്മളെന്നും ആ റോ കാർബണായിട്ട് അവിടെ തന്നെ നിൽക്കും. ആ ഒരു ഇതിലൂടെ പോയി കഴിഞ്ഞാലാണ് നമുക്കൊരു പുനർജന്മം ഉണ്ടാവണം. ഓക്കെ, അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളെ ഇവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ലൈഫിലോട്ട് വരുന്നത്. നമ്മൾ അതിനെ നോക്കി കാണുന്ന രീതിയാണ് മാറ്റേണ്ടത്. അപ്പോ നമ്മളിങ്ങനെ വിചാരിക്കും ലൈഫില് നമുക്ക് എല്ലാ സ്റ്റേജിലുള്ള ആൾക്കും പ്രശ്നമുണ്ട്.
നമുക്ക് തോന്നും എല്ലാ സ്റ്റേജിലുള്ള ആൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്, അവിടെ പോയാലും പ്രശ്നം തന്നെയല്ലേ. പക്ഷെ വൺസ് നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോ ഒരാള് ആദ്യം സൈക്കിൾ ഓടിക്കുന്നതിന്റെ മുന്നേ അയാൾ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ അല്ലല്ലോ. അയാൾക്കൊരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാല് അയാൾ പോലും അറിയാതെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പലപ്പോഴും നമുക്ക് ഇപ്പൊ പ്രശ്നമായി തോന്നുന്ന കാര്യം ഉണ്ടല്ലോ, ആ കാര്യം നമ്മൾ നേരിട്ട് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇവോൾവ് ചെയ്യുമ്പോൾ ആ കാര്യമൊന്നും പിന്നെ നമുക്ക് പ്രശ്നമാവില്ല. ആ കാര്യം നമ്മൾ ചിലപ്പോ അറിയുക പോലും ഉണ്ടാവില്ല. വേറൊരാള് നമുക്ക് നമ്മുടെ ഉള്ളിൽ കറേജ്, ഞാൻ എന്ന വ്യക്തിയിൽ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാല് ഈ പ്രശ്നങ്ങളിലൂടെ നേരിട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വിശ്വാസം വരുന്നത്. അങ്ങനെ വിശ്വാസം ഒരു കരുത്തും നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാല് വേറൊരാളുടെ കമന്റ് നമ്മളെ ബാധിക്കൂല. നമ്മുടെ ലൈഫിനെ നോക്കി അല്ലെങ്കിൽ നമുക്കൊരു ഫെയിലിയർ ഉണ്ടായാല് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു തോട്ട് നമുക്ക് വരൂല. നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഫ്ലോ ചെയ്യാൻ തുടങ്ങും, നമ്മൾ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒരു ബാലൻസ് ഉണ്ട് മനുഷ്യന്. പക്ഷെ ആ ബാലൻസിൽ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം, നമുക്ക് ആ ബാലൻസിനും ഒരു ഒരു ഇതുണ്ട്, ഓരോ സ്റ്റേജസ് ഉണ്ട്. ആ ബാലൻസ് നമുക്ക് കിട്ടാന് ആദ്യം നമ്മൾ വീണ് 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 വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ വീഴുമ്പോഴത്തേക്കും എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ട് പോയി കഴിഞ്ഞാൽ ആ ബാലൻസ് നമുക്ക് കിട്ടൂല. ഓക്കെ, അപ്പൊ ആ ഒരു ലൈഫിൽ വേണ്ടിയിട്ടുള്ള ബാലൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോ നമുക്ക് തോന്നൂലേ സെയിം പ്രശ്നം തന്നെ ഇത്. നമ്മളെ ലൈഫില് നമ്മളെ ഏജ് മാറി, നമ്മളെ ചുറ്റുമുള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഇപ്പോഴും സെയിമാണ്. അതാണെങ്കിൽ നമുക്ക് ആ ബാലൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പിന്നെയും ആ പ്രശ്നം സെയിം പ്രശ്നം തന്നെയാണ് ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ ഒരു മാത്സ് ടീച്ചർ ആ സ്റ്റുഡന്റിന് മാത്സിന് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. അതായത് അവർക്ക് തന്നിട്ടുള്ള ആ പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കാനാണ് കൊടുക്കുന്നത്. ഒരുപാട് പ്രോബ്ലംസ് കൊടുക്കും. അപ്പോ പക്ഷെ ആ കുട്ടി എപ്പോഴാണ് ആ കുട്ടിക്ക് പഠിയുന്നത് അതുവരെ കൊടുക്കും. അങ്ങനെ തന്നെയാണ് ലൈഫിലും. നമ്മളിപ്പോഴും സെയിം പ്രശ്നമാണ് തരുന്നതെങ്കിൽ നീ ഇത് ചെയ്ത് പഠിക്ക്, എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം എന്നുള്ളതാണ് പറയുന്നത്. ആ പ്രശ്നം എപ്പോഴാണോ നമുക്ക് തരുന്നത് അപ്പൊ നമുക്കൊരു ഈസിനെസ് വരും. അത്രയും പ്രഷർ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവലില് അടുത്ത പ്രശ്നം ഫേസ് ചെയ്യുമ്പോൾ. കാരണം നമുക്കറിയാം ഓ ഇതും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. ഓരോ ലെവലും നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കത് ബാലൻസ് ആയി, നമുക്ക് സ്മൂത്ത് ആയി എന്നുള്ളതാണ്. അപ്പൊ അതാണ് ലൈഫില് പ്രോബ്ലംസ് വരുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മളെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, വേൾഡ് ഒരു 90s-ലോ 80s-ലോ ഒന്നും നിന്ന പോലെ ഇല്ല ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത്. ഒരുപാട് സൗകര്യങ്ങൾ മാറി. അല്ലെങ്കിൽ 90s-ൽ എന്നല്ല, ഒരുപാട് ഒരു 1000 കൊല്ലം മുന്നേ ആ ഒരു കാലത്ത് എത്രയാണോ കുറച്ച് ഒരു 5000 കാലം മുന്നേ നിന്നിരുന്ന ഒരു കാലത്തല്ല ഇപ്പൊ നിൽക്കുന്നത്. അതെങ്ങനെയാണ് ഈ വേൾഡ് ഇവോൾവ് ചെയ്ത് വന്നത്? മനുഷ്യന് ഓരോ പ്രശ്നം വന്നു, ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചു, അങ്ങനെയല്ലേ ഇവോൾവ് ചെയ്യുന്നത്. നമുക്ക് ഒരു പ്രശ്നം ഒരു കാര്യവും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. നമുക്ക് എന്താണ് ഒന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ലെങ്കിൽ നമുക്കൊരു മാറ്റം വരില്ലല്ലോ. നമ്മൾ അതിലിങ്ങനെ ആ കംഫർട്ട് സോണിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോവില്ലേ. പക്ഷെ ഇവിടെ ഒരു എവല്യൂഷൻ നടക്കണം. ഈ ലോകത്തില് മനുഷ്യന്മാരിങ്ങനെ എവോൾവ് ചെയ്ത് പോകണം. അപ്പോ പ്രശ്നങ്ങൾ വരണം, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോഴാണ് മനുഷ്യൻ വളരുന്നത്. അങ്ങനെ തന്നെയല്ലേ ഭൂമിയില് നടക്കല് ദൂരം ഒരു പ്രശ്നമായപ്പോഴാണ് ആളുകൾ വാഹനം കണ്ടുപിടിച്ചത്, ഇരുട്ടൊരു പ്രശ്നമായപ്പോഴാണ് ലൈറ്റ് കണ്ടുപിടിച്ചത്. അങ്ങനെ ഓരോ പ്രശ്നം സോൾവ് ചെയ്യുമ്പോഴാണ് ഓരോന്ന് ഇവോൾവ് ചെയ്ത് വന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ലൈഫ്. ഇന്നത്തെ സെഷൻ അങ്ങനെയുള്ളത്. അപ്പം ഇപ്പോ എന്തെങ്കിലുമൊക്കെ ടേക്ക് അവേസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം.